എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ അറിയിപ്പുകളാണ് പുറത്തുവരുന്നത്. വരുന്ന ബജറ്റിൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സർക്കാർ കർശന നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് വരാനിരിക്കുന്ന ബജറ്റിൽ നിന്നും പുറത്തുവരുന്നത്. ജനുവരി 29-ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ 500 രൂപയുടെ വർധനവ് വരുത്തിയേക്കും. LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി പെൻഷൻ 2100 രൂപയോ 2500 രൂപയോ ആയി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികയുള്ള പെൻഷൻ ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലും ധനവകുപ്പ് നിൽക്കുന്നത്. അതേസമയം പെൻഷൻ തുക മുടങ്ങാതെ അക്കൗണ്ടിലെത്താൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് അഥവാ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ജനുവരി 31 ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ, ക്ഷേമനിധി ബോർഡ് പെൻഷനുകാർ, വാർദ്ധക്യ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങിയവരെല്ലാം നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കൃത്യസമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തടയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. പെൻഷൻകാരുടെ സൗകര്യാർത്ഥം മസ്റ്ററിംഗ് നടത്തുന്നതിന് ബാങ്കുകളിൽ നേരിട്ട് പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ജീവൻ പ്രമാൺ ആപ്പ് വഴിയോ ആധാർ അധിഷ്ഠിത ഫേസ് ഓതന്റിക്കേഷൻ വഴിയോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും കിടപ്പിലായ രോഗികൾക്കും ഇന്ത്യ പോസ്റ്റ് സർവീസ് വഴിയോ ബാങ്ക് ജീവനക്കാർ വഴിയോ വാതിൽപ്പടി സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന പ്രത്യേക പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളായ 30-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇതിന് അർഹതയുള്ളത്. എന്നാൽ നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ ഈ പദ്ധതിക്ക് അർഹരല്ല. തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. ഇത്തരം ഗുണഭോക്താക്കളിൽ നിന്ന് 18% പലിശ സഹിതം തുക ഈടാക്കാനും സർക്കാർ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പെൻഷൻ വിതരണം കാര്യക്ഷമമാക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത്.